ഹായ് ഓൾ. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തു, ചാർട്ടിൽ എങ്ങനെ, അതായത് നമ്മളെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ എങ്ങനെ വർക്ക് ചെയ്തു നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ 25,558, അതായത് 25,550 58 ആ റേഞ്ചിലുള്ള ലെവലാണ്. ആ ലെവലിലേക്ക് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ഞാൻ എന്താ പറഞ്ഞത്, 25,550 എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുകളിലേക്ക് അപ്സൈഡിലേക്ക് ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് സി ബൈ ചെയ്യാമെന്ന്. പക്ഷേ അത് കാണിച്ചില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് സൈഡിൽ കൊടുക്കാൻ നോക്കിയാൽ മനസ്സിലാവും. ബ്രേക്ക് താഴെയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചു. അതും ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതിന് താഴെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് ട്രെൻഡ് ഉണ്ടാവുമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അപ്പ് സൈഡിലേക്ക് ട്രേഡ് ഇല്ല. ഡൗൺ സൈഡിലേക്ക് ഞാൻ ട്രേഡ് പറഞ്ഞത് 25,450 ബ്രേക്കാണ്. 25,450, അതായത് 2 ലൈൻ വരച്ചിരുന്നു. 25,475 മുതൽ 25,450 വരെ. അതിൽ 25,450 ബ്രേക്ക് ചെയ്ത് എടുത്താൽ മതി എന്നുള്ളൊരു ലെവലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ന് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കൊടുക്കണം. അതായത് സാധാരണ എടുക്കുന്നതിന് പകുതി ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ല, കാരണം കുറച്ച് റിസ്ക് ആണ് ഇന്ന്. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം കുറച്ച് റിസ്ക് ട്രേഡാണ് ഇന്ന് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അങ്ങനെ 25,450 ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പകുതി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു പി സൈഡിലേക്ക് ബൈ ചെയ്തു. ചെറിയൊരു പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തു. അത്രമാത്രമേ എനിക്കിന്ന് ഇൻട്രാഡേ ട്രേഡിൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ ലെവലുകൾ അത്രമാത്രം കുറച്ച് ടഫായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ മാർക്കറ്റ് ഡൗൺ സൈഡ് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു മാർക്കറ്റ് വന്നുകൊണ്ട് എന്തായി, അപ്പം നമ്മൾ ആ ലെവലുകൾ നോക്കി കൃത്യമായി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് എന്തായി, നമുക്ക് വലിയ നഷ്ടം വരാതെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റി അല്ലേ. നമുക്കിപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിന് അഗേൻസ്റ്റായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനം കൃത്യമായി നടപ്പിലാക്കുക. അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ നമുക്കൊരു ലെവൽ ഉണ്ടായത് 24,450 ബ്രേക്ക് ചെയ്താൽ പി ബൈ ചെയ്യാം, ഇല്ലെങ്കിൽ ബൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 24,450 ബ്രേക്ക് ചെയ്ത് ഞാൻ പി ബൈ ചെയ്തു. ചെറിയ പ്രോഫിറ്റ് കിട്ടി, അതിൽ നിന്ന് ഇറങ്ങി. പക്ഷേ മറ്റു പല ട്രേഡർക്ക് ഇത് പല ആൾക്കാർ പറയുന്നുണ്ട് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത് പറയും. കാരണം മുകളിൽ നിന്നേ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. നമ്മൾ വ്യൂക്ക് എഗേൻസ്റ്റായിട്ട് മാർക്കറ്റ് പോകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ സേഫായിട്ട് ഇറങ്ങാമെന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ കഴിവ്. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഞാൻ വീക്കിലി പൊസിഷൻ്റെ കാര്യം വെള്ളിയാഴ്ച പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇന്ന് എക്സിറ്റ് ആയിട്ട് നല്ലൊരു പ്രോഫിറ്റിലാണ് എക്സിറ്റ് ആയിട്ടുള്ളത്. കാരണം നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഞാൻ എക്സ്പയറി ഡേയിലേക്ക് ഞാൻ വെക്കാറില്ല. കാരണം മാർജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് വെക്കാറില്ല. ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. നാളത്തെ ട്രേഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. നമുക്ക് നാളത്തെ ട്രേഡ് വെച്ചെങ്കിൽ 25,475 പറഞ്ഞ ലെവലുണ്ടല്ലോ, ആ ലെവലിൻ്റെ അടുത്താണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതല്ലേ. ആ ലെവലിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് 24,250 വരെ വരാനൊരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു എക്സൽ വെക്കാം 25,475 അടുത്താണെങ്കിൽ. അത് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,250 ആ ലെവലെത്തുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. കാരണം മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 25,550 ആ ലെവലിലാണെങ്കിലും ഒരു താഴേക്ക് തന്നെയാണ് ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്, ഡൗൺ സൈഡിലേക്കാണ് നോക്കുന്നത്. പിന്നെ 25,600 ലെവലിലേക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ 25,550 ആ ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല. സൈഡിൽ ചാർട്ട് കൊടുക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും റെസിസ്റ്റൻസുകളാണ് കാര്യമായിട്ടുള്ളത്. നാളെ എന്താ വെച്ചാൽ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രീമിയം ആയിരിക്കും. ഞാൻ മിക്കവാറും പ്രീമിയം എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രീമിയം മൊത്തം പോകാനേ നിൽക്കുള്ളൂ. അതായത് ഷോപ്പ് ലോസ് വെക്കുന്നില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്നതിലേക്ക് ലോട്ട് സൈസ് കുറച്ചിട്ട് അത് ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യൂവിലേക്ക് മൊത്തം ക്യാഷിലേക്ക് ഇട്ടിട്ട് കിട്ടിയ 3x മറ്റേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. വളരെയധികം ലോട്ട് സൈസ് കുറച്ചതിന് ശേഷം. കാരണം നമുക്ക് റിസ്ക് റിവാർഡ് ഉണ്ടല്ലേ, ആ റിസ്ക് റിവാർഡിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രം എനിക്ക് ആ ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അല്ലെങ്കിൽ എക്സ്പയറി ഡേയിൽ സാധാരണ ഞാൻ ട്രേഡ് എടുക്കാറില്ല. അവസാനം ഒരു സീറോ ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ, സീറോ ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. അത് വേണമെങ്കിൽ നോക്കാം നാളെ. അല്ലെങ്കിൽ മറ്റ് ട്രേഡുകൾ ഉണ്ടെങ്കിൽ ലെവലുകൾ നോക്കിയിട്ട് ഞാൻ എടുക്കും. ലെവലിലെ സൈഡിൽ കൊടുക്കാം കേട്ടോ. 24,450 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നെങ്കിൽ 24,450 475 ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴേക്ക് തന്നെ വരുന്നതാണ് എൻ്റെ വ്യൂ. ആ വ്യൂ പ്രകാരം ഞാൻ എന്തെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അല്ല ഇനിയിപ്പോൾ 24,450 മുകളിൽ 24,550 ഇടയിൽ നിൽക്കുകയാണെങ്കിൽ 24,550 ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 25,450 ബ്രേക്ക് ചെയ്യണം. ആ സമയത്ത് മാത്രം ഞാൻ എന്ത് ചെയ്യും, ഒരു ട്രേഡ് എടുക്കും. 25,550 25,450 ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണോ ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ആ സൈഡിലേക്ക് ഞാൻ ഒരു ട്രേഡ് എടുക്കും. അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നുള്ള സാധ്യതയില്ല. നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 25,660 ആ ലെവലിലൊക്കെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട 25,550 25,450 ലെവൽ നോക്കുക. ആ ലെവലിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കുക. അല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു അപ്സൈഡ് പോയിട്ട് 24,450 ആ ലെവലെത്തുമ്പോൾ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 24,450 ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ്, നല്ലൊരു സപ്പോർട്ടാണ്. ആ ലെവലിൽ നോക്കിയിട്ട് 450 475 വരെ, ആ 25 പോയിന്റ്
അത് നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ലെവലും മാക്സിമം നോക്കി വെക്കാം. പിന്നെ 25,550 മുതൽ 25,560 വരെ ആ ഒരു 10 പോയിന്റ് നോക്കിയിട്ട് വെക്കുക. അതിൽ എപ്പോഴാണോ അവിടെ നോക്കിയിട്ട് വേണം നാളത്തെ ട്രേഡ് നിങ്ങൾ തീരുമാനിക്കും. പിന്നെ നാളെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന ട്രേഡിൽ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളെ കാര്യം പറയുന്നത്, ഓപ്ഷൻ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രീമിയം പൂർണ്ണമായിട്ട് കൊടുക്കാൻ റെഡിയായിട്ട് നിങ്ങൾ ബൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ടിരിക്കുക. ഓക്കെ, ഇത് സൈക്കോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ട്രേഡിങ്ങിൽ. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റണം ട്രേഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ലെവൽ നോക്കുക. നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രേഡ് ചെയ്യില്ല, നാളത്തെ ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ എന്തായാലും അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ലെവലിൽ മാത്രമേ ഞാൻ നാളെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ നാളെ ട്രേഡ് എടുക്കുന്നില്ല. 0 ട്രേഡ് ഉണ്ടാവും അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കും. ഓക്കെ.